എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്തെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ RCM കമ്പനീസിന്റെ അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ ബില്ലിംഗ് എന്നുള്ള കമ്പനീസിന്റെ ഒരു ലിസ്റ്റ് തരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമില് അല്ലെങ്കിൽ ഞാന് ജോബ് അന്വേഷിച്ച് നടക്കുന്ന ടൈമില് ഞാൻ ഈ യൂട്യൂബിലാണെങ്കിലും കുറെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ മെഡിക്കൽ കോഡിംഗ് ജോബ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് മെഡിക്കൽ ബില്ലിംഗ് എന്താണ്, അങ്ങനെ കുറെ ഞാൻ ഈ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഇന്റർവ്യൂ ആണെങ്കിലും കുറെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലൊന്നും എനിക്കിതൊന്നും തീരെ യൂസ്ഫുൾ ആയിരുന്നില്ല. മെഡിക്കൽ ബില്ലിംഗ് എന്താന്ന് പോലും ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് ഡൈനാമോയുടെ ഒരു പോസ്റ്റിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കിട്ടിയപ്പോ ഞാനിത് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ സെർച്ച് ചെയ്തു. അപ്പൊ എനിക്കിങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരുടെ അടുത്തുനിന്നും അങ്ങനെ വലിയ റെസ്പോൺസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് ഫൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല യൂട്യൂബിൽ നിന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ എനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ എന്റെ യൂട്യൂബിൽ വീഡിയോയ്ക്കകത്ത് ഇടുന്നത്. അതും എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്റെ ഈ ചാനലിനകത്ത് ഇടുന്നത്. കാരണം എന്നെ പോലെ ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും സെർച്ച് ചെയ്തിട്ട് അവർക്ക് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കുറെ ജോബൊക്കെ അന്വേഷിച്ച് നടന്നിട്ടും ഇപ്പോഴും ജോബൊന്നും കിട്ടാതെ കുറെ സങ്കടപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാർ ചിലപ്പോൾ മേ ബി ഇത് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും യൂട്യൂബിൽ ഈ വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ട് RCM കമ്പനീസിന്റെ ലിസ്റ്റ് കൊടുക്കണമെന്ന്. കാരണം കുറെയൊക്കെ ജോലി നോക്കിയിട്ട് നമ്മളൊരു 5, 6, 7, 8 പ്രാവശ്യം നമ്മൾ ഫെയിലായി പോകുമ്പോൾ ആ ഒരു മനസ്സിക്കറിയാം. കാരണം ഞാൻ അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം ഇതിന്റെ സങ്കടം എന്താന്നുള്ളത്. കറക്റ്റ് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് എന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എന്റെ കുറെ എക്സ്പീരിയൻസ് ആണെങ്കിലും ഞാൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഓഫീസ് വ്ലോഗ് ആണെങ്കിലും ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താ പഠിച്ചത് എന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് എനിക്ക് ചെയ്യണം. എനിക്ക് ടൈം കിട്ടുന്നില്ല എല്ലാതും കൂടിയിട്ട്. ഞാൻ കുറച്ച് പഠിക്കുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഫുൾ ബിസിയാണ്. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ ഒക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് വരണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ടൈം ഉണ്ട്. അല്ലെങ്കിൽ ഓരോ ദിവസത്തിനും ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. യൂട്യൂബിന് ഇന്ന ദിവസം, എന്റെ സ്റ്റഡീസിന് അങ്ങനെ, ഫ്രീലാൻസറിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഒക്കെ ഞാൻ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോ ഞാൻ എന്റെ ഈ ബുക്കിനകത്ത് ഞാൻ കറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതെന്റെ ഒരു യൂട്യൂബിനകത്ത് വീഡിയോസ് ഇടുന്നതിന്റെയും കാര്യങ്ങളൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ, ഈ ബുക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതില് ഞാൻ കുറെ കാണാണ്ടോ നിങ്ങക്ക്? അപ്പൊ ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യും. കുറെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോ ഒരു നോട്ട് പാഡും പെന്നും എടുത്തിട്ട് വരിക. എന്നിട്ട് നിങ്ങൾ ഈ പേര് നോട്ട് ചെയ്ത് വെക്കുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, HR മെയിൽ ID സെർച്ച് ചെയ്തിട്ട് എടുക്കുക. കരിയേഴ്സ് പേജ് നോക്കുക. അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാ നോക്കേണ്ടത്, കാര്യങ്ങളൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ പോയി ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് കിട്ടും. ഇത് എന്റെ ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇൻഫോ പാർക്കത്തെ കമ്പനീസ് ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പൊ കുറെ പേരെ ചോദിക്കുന്നു കമ്പനീസ് ഉണ്ടോ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത കമ്പനി തന്നെ പറയാം, ഡൈനാമിഡ് ആണ്. അതായത് UAE പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇൻഫോ പാർക്കിലാണ് ഈ ഒരു ഈ ഒരു ഓഫീസ് ഉള്ളത്. അപ്പോൾ ഡൈനാമിഡ് എന്നാണ് പേര്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇഷ്ടം പോലെ വാക്കൻസീസ് വരുന്നുണ്ട്. ഈ വലിയ വലിയ കമ്പനീസ് എന്ന് പറയുന്ന സമയത്ത് 3 മാസം കൂടുമ്പോൾ അവിടെ ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കും. അതും ബൾക്കായിട്ടുള്ള പോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അവിടേക്ക് ബൾക്കായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും അവർ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ പോയിട്ട് സെലക്ട് ആയില്ലെങ്കിലും 3 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്യാം. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പലർക്കും അത് അറിയില്ല, മനസ്സിലായി? അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇന്റർവ്യൂവിന് ഫെയിൽ ആയാലും അതേ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും 3 മാസം കഴിഞ്ഞ് നമുക്ക് CV കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അതെല്ലാ കമ്പനീസിനും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള പേര് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൈനാമിഡ് ആണ്, UAE പ്രോസസ് ആണ് കേട്ടോ. പിന്നെ ZH ഹെൽത്ത് കെയർ ആണ് വരുന്നത്. പിന്നെ നേവിഗന്റ് വരുന്നുണ്ട്. അത് ടെക്നോ പാർക്കിലെ ഒരു മെഡിക്കൽ ബില്ലിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ് കേട്ടോ.
പിന്നെ ആക്സിസ് ഹെൽത്ത് കെയർ ആണ് വരുന്നത്, അത് ചെന്നൈയിലാണ് വരുന്നത്. പിന്നെ കാസ്കേഡ് റവന്യൂ മാനേജ്മെന്റ് ഉള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിനകത്താണ്. ഡോവലിന് വരുന്നത് എന്താ പറയാ ഇൻഫോ പാർക്കിനകത്താണ്. വേവ് വരുന്നത് ഇൻഫോ പാർക്കിനകത്താണ്. പിന്നെ ഒമേഗ വരുന്നത് നമുക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊക്കെ ഒമേഗ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, ഹൈദരാബാദും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല സൂപ്പർ കമ്പനിയാണ് കേട്ടോ ഒമേഗ എന്നൊക്കെ പറഞ്ഞാൽ, അത്രയും നല്ലൊരു കമ്പനിയാണ്. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. മെഡ്ഫീൽഡ്സ് വരുന്നുണ്ട്, അത് ഇൻഫോ പാർക്കിലാണ്. ഒരു 9 കമ്പനീസ് ആണ്, 9, 10, അതായത് HH ബാക്ക് ഓഫീസും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഒരു 10 കമ്പനീസിന്റെ പേരാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഒന്നും കൂടി പറയാൻ ശ്രദ്ധിച്ചോ. ZH ഹെൽത്ത് കെയർ, ഡൈനാമിഡ്, നെവിഗന്റ് വരുന്നത് ട്രിവാൻഡ്രത്താണ്, ടെക്നോ പാർക്കിലാണ് കേട്ടോ. പിന്നെ ആക്സിസ് ഹെൽത്ത് കെയർ വരുന്നുണ്ട് ചെന്നൈയിലാണ്. കാസ്കേഡ് റവന്യൂ മാനേജ്മെന്റ് ഉണ്ട്, ഇൻഫോ പാർക്കിനകത്താണ്. ഡോബ്ലിംഗ് ഇൻഫോ പാർക്കിനകത്താണ്. വേവ് ഇൻഫോ പാർക്കിനകത്താണ്. ഒമേഗ ബാംഗ്ലൂർ ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഹൈദരാബാദ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല സൂപ്പർ കമ്പനിയാണ് കേട്ടോ ഒമേഗ ഒക്കെ വരുന്നത്. മെഡ്ഫീൽഡ്സ് വരുന്നുണ്ട്. പിന്നെ HH ബാക്ക് ഓഫീസ് വരുന്നുണ്ട്, അത് ഇൻഫോ പാർക്കിനകത്താണ്. അങ്ങനെ ഇപ്പൊ ഞാനൊരു 9 കമ്പനീസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുറെ അന്വേഷിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കമ്പനീസിൽ നിങ്ങൾ CV അയച്ചിട്ട് വെച്ച് നോക്കി നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. കാരണം 3 മാസം കൂടുമ്പോൾ ഇന്റർവ്യൂ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് നല്ല കമ്പനീസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും, കുറെ കാൻഡിഡേറ്റ്സിനെ അവർ എടുക്കുന്നുണ്ടായിരിക്കും. ബൾക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സിനെ അവർ എടുക്കുക. അപ്പൊ ആ സമയത്ത് എന്താ പറയാ നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവണ്ട. വീണ്ടും 3 മാസം കഴിയുമ്പോൾ അവർ റിക്രൂട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ CV റിജക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു 3 മാസത്തിന്റെ ഒരു ക്യാപ്പിൽ നിങ്ങൾക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. അത് പല ആൾക്കാർക്കും അറിയില്ല കേട്ടോ. എനിക്കും അറിയണ്ടായിരുന്നില്ല. കാരണം ഒരു കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോബ് കറക്റ്റ് നമ്മൾ ഇന്റർവ്യൂ പാസ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, നോക്കില്ല. മീൻസ് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് നമ്മളവിടെ കയറില്ല. കാരണം ഒരു പ്രാവശ്യം നമ്മൾ റിജക്ട് ആയതാണല്ലോ, ആ ഒരു മൈൻഡിൽ നമ്മൾ അത് അവിടെ ഇടും. എന്നിട്ട് നമ്മൾ ആ ഒരു കമ്പനി പിന്നെ നോക്കില്ല. പിന്നെ നമ്മൾ വീണ്ടും പുതിയ കമ്പനീസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പക്ഷേ ശരിക്കും 3 മാസം കൂടുമ്പോൾ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനും വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും വേണ്ടി പറ്റും. പിന്നെ CV മേക്കിംഗ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ കുറിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല, നിങ്ങളുടെ CV ആണ് അറിയുള്ളൂ. നിങ്ങളെന്നെ അറിയാൻ വേണ്ടിയാണ് CVയും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ CV നല്ല അട്രാക്റ്റീവ് ആയിട്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട്, കുറെ കളർ അങ്ങോട്ടും വാരി ഇടാനായിട്ട് നല്ല പക്ക സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്റർവ്യൂ CV സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഇന്റർവ്യൂ ബോർഡിലേക്ക് അത് കൊടുക്കുക. മനസ്സിലായില്ലേ? CV എങ്ങനെ മേക്ക് എന്നുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളത് കാണുക. കാരണം ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒന്നും പുറത്തുനിന്ന് എടുത്ത് പറയുന്നില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങളിലൂടെയൊക്കെ പോയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വേറെ എവിടെ റെഫർ ചെയ്തിട്ട് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു കാരണം കൊണ്ട് മാത്രം പറഞ്ഞു. ഞാനൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അത്രയും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ഒരു കൊല്ലത്തോളം എനിക്ക് ജോലി ഇല്ലാതെ ഞാൻ ഫുൾ ഇന്റർവ്യൂവിന് മാത്രം ഫോക്കസ് ചെയ്തിരുന്നിട്ടുണ്ട്. അത്രയും ഇന്റർവ്യൂവിന് വേണ്ടി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഓഫ് ASEAN കമ്പനീസിന്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി കാരണം കുറെ പേർക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ ഒരു സങ്കടം എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് നിങ്ങൾക്ക് ഇത്രയും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോ എന്താ പറയാ, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ വെറുതെ ആ ഒരു അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പോവരുത്. നിങ്ങൾ ഇടയ്ക്ക് ഫോളോ അപ്പ് ചെയ്ത് നോക്കുക. ഇടയ്ക്ക് HR വിളിച്ചിട്ട് വാക്കൻസി ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ആരും ജോലി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുതരില്ല. എസ്പെഷ്യലി എന്താ പറയാ, ഫ്രഷേഴ്സ് ആകുമ്പോൾ ഒട്ടും നോക്കണ്ട. നമ്മൾ വർക്ക് ചെയ്താല് അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സിലും കാര്യങ്ങളിലും ആണെങ്കിലും നമ്മൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, ജോലി എടുത്തോ എന്നുള്ള രീതിയിൽ ഒരാളും കൊണ്ടുവന്ന് തരില്ല. നമ്മൾ ഇറങ്ങി നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും പ്ലേസ്മെന്റോ അല്ലെങ്കിൽ ജോലിയോ കിട്ടുന്ന ഞാൻ ഉറപ്പായിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ലൈഫിൽ അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഇറങ്ങി 1 ഇയറോളം ഞാൻ കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ കിട്ടിയ കമ്പനി അത്യാവശ്യം നല്ലൊരു ഇന്റർനാഷണൽ കമ്പനി തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും. എന്റെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കമ്പനി അത്രയും 2 കമ്പനീസും അത്രയും നല്ലൊരു കമ്പനിയായിരുന്നു. അതിന്റെ ഹാർഡ് വർക്കിലൂടെ മാത്രം കിട്ടിയതാണ് എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. കാരണം അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്കറിയാം ജോലി ഇല്ലാത്ത ആൾക്കാരുടെ സങ്കടം എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയാം. അപ്പൊ നിങ്ങൾ ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കമ്പനീസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.